ഡിവിഡൻ തിയറീസ് ശരിക്കും രണ്ട് ടൈപ്പ് തിയറീസ് ആണുള്ളത്. ഒന്ന് റെലവൻസ് തിയറി, രണ്ടാമത്തെ ഇറലവൻസ് തിയറി. ഡിവിഡൻ റെലവൻസ് തിയറി ഉണ്ട്, ഡിവിഡൻസ് ഇറലവൻസ് തിയറി ഉണ്ട്. റെലവൻസ് തിയറി പറയുന്ന കാര്യം ആ പേരിൽ തന്നെ ഉണ്ട്, വിച്ച് കൺസിഡർ ഡിവിഡൻ ഡിസിഷൻ ടു ബി റെലവൻറ്റ് ആസ് ഇറ്റ് എഫക്ട് ദ വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചു ബിസിനസ് വാല്യൂഷനിൽ. ഒരു കമ്പനിയുടെ വില, ഒരു കമ്പനിയുടെ ഷെയറിന്റെ വില അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ വില, ഓക്കെ വാട്ട് എവർ. ഇവിടെ ഉദ്ദേശിച്ചത് കമ്പനിയുടെ ഇക്വിറ്റിയുടെ വർത്ത് കേട്ടോ, കമ്പനിയുടെ ഇക്വിറ്റിയുടെ വർത്ത് അല്ലെങ്കിൽ ഓർഡിനറി ഷെയറിന്റെ വർത്ത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ച ഫേമിന്റെ വാല്യൂ. ആ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഡിവിഡൻഡ് ഡിസിഷൻ അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് റെലവൻസ് തിയറി. റെലവെന്റ് ആണ്, വിച്ച് മീൻസ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, റെലവെന്റ് ആണ് എന്ന് പറയുന്ന തിയറിയാണ് റെലവൻസ് തിയറി. നേരെ മറിച്ച് ഇറലവൻസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് ഒരിക്കലും റെലവെന്റ് അല്ല, ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുന്ന തിയറിയാണ്. ഓക്കെ, അപ്പോ റെലവൻസ് തിയറിന്റെ ഉള്ളിൽ രണ്ട് തിയറി ഉണ്ട്, ഇറലവൻസ് തിയറിന്റെ ഉള്ളിൽ ഒരു തിയറി, അങ്ങനെ ടോട്ടൽ 3 തിയറി ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ തിയറി എന്ന് മനസ്സിലാക്കണേ. റെലവൻസ് തിയറി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, റെലവെന്റ് ആണ്, ദാറ്റ് വിൽ എഫക്ട് ദ വാല്യൂ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വാല്യൂ അല്ലെങ്കിൽ ഓർഡിനറി ഷെയറിന്റെ വാല്യൂവിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നതാണ് റെലവൻസ് തിയറി. റെലവെന്റ് ആണ്. രണ്ടാമത് പറയുന്നത് എന്താണ്, ഈ ഡിവിഡൻഡ് ഡിസിഷൻ ഒരിക്കലും എവിടെ എഫക്ട് ചെയ്യൂല, കമ്പനിയുടെ വർത്തിനൊന്നും എഫക്ട് ചെയ്യൂല, വാല്യൂവിന് ഓർഡിനറി ഷെയറിന്റെ വിലയിൽ എഫക്ട് ചെയ്യില്ല, വിച്ച് മീൻസ് ഇറലവെന്റ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന തിയറിയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് തിയറി, റെലവൻസ് തിയറിയിലെ രണ്ട് തിയറി ഏതൊക്കെയാണ് പേരൊന്ന് നോക്കാം. ഒന്ന് ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ, രണ്ടാമത് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ, ഏർണിംഗ്സ് റിട്ടേൺസ് മോഡൽ, ഗ്രോത്ത് കാൽക്കുലേഷൻ. ഓർമ്മയില്ലേ, ഡിവിഡൻഡ് വാല്യൂഷന്റെ ഇക്വേഷൻ ഒക്കെ ഓർമ്മയില്ലേ? ഓക്കെ, ഈ രണ്ട് മെത്തേഡ് നമുക്ക് ഡിവിഡൻഡ് റെലവൻസ് തിയറിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, റെലവെന്റ് തിയറി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഏതൊക്കെ തിയറീസ് ആണ് നമുക്ക് ഡിവിഡൻഡുമായിട്ട് റെലവെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇതിൽ രണ്ട് തിയറി എന്താണ്, ഡിവിഡൻഡ് റെലവൻസ് തിയറിയാണ്. മൂന്നാമത്തെ തിയറി ഡിവിഡൻഡ്, ആ പേര് തന്നെ ഡിവിഡൻഡ് ഇറലവൻസി തിയറിയാണ്. അത് മൊദുഗലാനി മില്ലറുടെ തിയറിയാണ്. ഓക്കെ, മൊദുഗലാനി മില്ലർ പറഞ്ഞ തിയറിയാണ് അത്, ഇറലവൻസി തിയറി. അതായത് ആദ്യത്തെ രണ്ടെണ്ണം ഡിവിഡൻഡ് റെലവെന്റ് ആണെന്ന് പറയുന്ന തിയറിയാണ്, ലാസ്റ്റത്തത് ഡിവിഡൻഡ് ഡിസിഷൻ റെലവെന്റ് അല്ല എന്ന് പറയുന്ന തിയറിയാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ ഡിസ്കസ് ചെയ്യാൻ പോണേ, ശ്രദ്ധിക്കണേ. ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയുന്നതാണ്, അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, പകരം ബിസിനസ് വാല്യൂവേഷന്റെ ചാപ്റ്റർ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബിസിനസ് വാല്യൂവേഷനിൽ ഷെയർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ഷെയർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, അസറ്റ് ബേസ്ഡ് മെത്തേഡ്, ഏർണിംഗ്സ് ബേസ്ഡ് മെത്തേഡ്, ക്യാഷ് ഫ്ലോ ബേസ്ഡ് മെത്തേഡ് അല്ലെ. അതിൽ ക്യാഷ് ഫ്ലോ ബേസ്ഡ് മെത്തേഡിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്, ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ, വൺ ഓഫ് ദി മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ ഷെയർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്, റെലവെന്റ് ആണ്. ആ കാൽക്കുലേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് റെലവെന്റ് ആണ്. ഡിവിഡൻഡിന്റെ പ്രസന്റ് വാല്യൂ ആണ് ആക്ച്വലി ഷെയർ പ്രൈസ്. ഫ്യൂച്ചർ ഡിവിഡൻസിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഷെയർ പ്രൈസ്. ഓക്കെ, പിന്നെ ഓരോ പോയിന്റ് ആയിട്ട് അത് പറഞ്ഞുതരാം. ഒന്നാമത്തത്, ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് വാല്യൂ ഓഫ് ദി കമ്പനി ഷെയർസ് ഈസ് സസ്റ്റൈൻഡ് ബൈ ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി ഫ്യൂച്ചർ ഡിവിഡൻഡ്. അതന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു കമ്പനിയുടെ ഷെയറിന്റെ വില എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫ്യൂച്ചർ ഡിവിഡൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫ്യൂച്ചർ ഡിവിഡൻഡിന്റെ പ്രസന്റ് വാല്യൂ അല്ലേ ആക്ച്വലി ഷെയറിന്റെ വില അണ്ടർ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ. പ്രാക്ടിക്കലി എന്താണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അണ്ടർ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ. ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ പ്രകാരം ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഡിവിഡൻസിന്റെ പ്രസന്റ് വാല്യൂ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് വാല്യൂ ഓഫ് ദി കമ്പനി ഷെയർസ് ഈസ് സസ്റ്റൈൻഡ് ബൈ ദി എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻസ്. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഡിവിഡൻഡ് $10 ആണെന്ന് വിചാരിക്കാം, DPS. ഓക്കെ, തൽക്കാലം ഗ്രോത്ത് ഇല്ല, കാൽക്കുലേഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാണ്, അതുകൊണ്ട് ഞാൻ ഗ്രോത്ത് ഒഴിവാക്കാണ്. ഓക്കെ, ഡിവിഡൻഡ് $10 ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ സേ ഫോർ എക്സാമ്പിൾ 10% ആണ്. നമ്മൾ കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡറായ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 10% ആണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? $10 ഡിവൈഡ് ബൈ 10% അല്ലേ ചെയ്യുക? $10 D ഡിവൈഡഡ് ബൈ RE അല്ലേ നമ്മൾ ചെയ്യുക? D ഡിവൈഡ് ബൈ RE എന്നല്ലേ നമ്മൾ ഇക്വേഷൻ ചെയ്യുക? അപ്പൊ ഇവിടെ D എന്ന് പറഞ്ഞാൽ ഞാൻ DPS പറഞ്ഞ എത്രയാ, $10 അല്ലേ. RE എന്ന് പറയുന്നത് ഞാൻ 10% അല്ലേ പറഞ്ഞേ. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 10% ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം, 100 അല്ലേ കിട്ടാ. 100ന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിക്ക് നമ്മൾ മാക്സിമം എത്ര കൊടുത്താലേ മുതലാവുള്ളൂ. ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിക്ക് മാക്സിമം നമ്മൾ 100 കൊടുത്താലേ മുതലാവുള്ളൂ. കാരണം ഈ കമ്പനി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നതിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ ഇപ്പൊ എടുത്തത്.
ബെനിഫിറ്റ് ആണ്. ഡിവിഡൻ എന്ന് പറയുന്ന ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ എടുത്ത് 100. അപ്പൊ നമുക്ക് ടോട്ടൽ ഈ കമ്പനീന്റെ ഷെയറിന് കിട്ടുന്ന ബെനിഫിറ്റ് 100 ആണെങ്കിൽ മാക്സിമം ഈ ഷെയർ വാങ്ങാൻ വേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടത് എത്രയാണ്? 100 ആണ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാം? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഷെയറിന്റെ വില 100ലും കുറവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഷെയർ വാങ്ങൂലേ? മാക്സിമം നമുക്ക് എത്ര വരെ പേ ചെയ്യാം? മാക്സിമം എത്ര വരെ പേ ചെയ്യുന്നതിന് തെറ്റില്ല? 100 വരെ പേ ചെയ്യുന്നതിന് തെറ്റില്ല. അപ്പൊ അതിലും കുറവാണ് മാർക്കറ്റിൽ ഷെയറിന്റെ വില എങ്കിൽ നമുക്ക് ഈ ഷെയർ വാങ്ങാം. കാരണം ലാഭമാണ്, വെർത്ത് അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ തന്നെ എന്ത് മനസ്സിലാക്കുക? ഷെയറിന്റെ വില നമ്മൾ തീരുമാനിച്ചത് ഡിവിഡന്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലായിക്കൂടെ? സേ ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ഷെയറിന്റെ വില 110 ആണെങ്കിലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ 110 ഷെയറിന്റെ വിലയെങ്കിലോ നമ്മൾ ആ കമ്പനി ഷെയർ വാങ്ങൂലല്ലോ. ഇല്ല. കാരണം എന്താ? മാക്സിമം നമുക്ക് എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? മാക്സിമം 100 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വാല്യുവേഷൻ നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡിവിഡന്റ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. വാല്യുവേഷൻ അല്ലെ? വാല്യുവേഷന് വേണ്ടി അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പറഞ്ഞത്. ഷെയർ ഹോൾഡേഴ്സ് അക്വയർ ഷെയർസ് ബൈ പേയിങ് ദി കറന്റ് ഷെയർ പ്രൈസ് and they would not pay that amount if they did not think that the present value future inflow matches the current share price. അവരൊരിക്കലും എന്ത് ചെയ്യൂല? ആ കമ്പനിയുടെ ഷെയർ വാങ്ങൂല. എങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ ഡിവിഡൻസുമായിട്ട് എന്ത് മാച്ച് ചെയ്യില്ലെങ്കിൽ, കറന്റ് ഷെയർ പ്രൈസും മാച്ച് ചെയ്യില്ലെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി നോക്കി. ഞാൻ ഇപ്പൊ അതിനാ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ 10/10% ചെയ്തിട്ട് നമുക്ക് 100 കിട്ടി. ആ 100 ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഷെയറിന്റെ വില മാർക്കറ്റിൽ വരേണ്ടത്. എന്നാൽ മാത്രമേ ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങുള്ളൂ. ഇനി അതല്ല, അതിൽ ഓവറായിട്ട് 100ന് മേലെയാണ് ഷെയറിന്റെ വില വരുന്നെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങൂല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കമ്പനിയുടെ ഷെയറിന്റെ വില തീരുമാനിച്ചിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ കമ്പനിയുടെ ഡിവിഡന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താ പറഞ്ഞ? ഷെയർ ഹോൾഡേഴ്സ് അക്വയർ ഷെയർസ് ബൈ പേയിങ് ദി കറന്റ് ഷെയർ പ്രൈസ് and they would not pay that amount if they did not think that the present value future inflow matched the current share price. കറന്റ് ഷെയർ പ്രൈസുമായിട്ട് ഫ്യൂച്ചർ ഡിവിഡന്റ് മാച്ച് ചെയ്യില്ലെങ്കിൽ അവരൊരിക്കലും അത്രയും എമൗണ്ട് പേ ചെയ്ത് ഷെയർ വാങ്ങൂല. അപ്പൊ നമ്മളൊരു ഷെയറിന്റെ വില പേ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഷെയറിന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻസിന്റെ പ്രസന്റ് വാല്യൂന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കമ്പനിയുടെ ഷെയറിന്റെ വില തീരുമാനിക്കുന്നുണ്ടാവും. നെക്സ്റ്റ്, രണ്ടാമത് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ. എന്തായിരുന്നത്? ഇതും ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് വാല്യുവേഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയണം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ എന്തിനുള്ള ഇക്വേഷൻ ആയിരുന്നു അന്ന് നമ്മൾ പഠിച്ചത്? ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ? ദിസ് മോഡൽ എക്സാമിൻസ് ദ കോസ് ഓഫ് ഡിവിഡൻഡ് ഗ്രോത്ത് അല്ലെ? എങ്ങനെയാണത് അന്ന് നമ്മൾ പഠിച്ചത്? നമ്മളൊരു കമ്പനി എത്രത്തോളാണ് ഏണിങ്സ് മാറ്റി വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ഗ്രോ ചെയ്യുന്നില്ല നമ്മൾ പഠിച്ചത്. എത്രയാണോ നമ്മൾ ഏണിങ്സ് മാറ്റി വെക്കുന്നത് റീറ്റെയിൻ ഏണിങ്സിലേക്ക്, അതിനനുസരിച്ചാണ് നമ്മൾ കമ്പനി ഗ്രോ ചെയ്യുക. ഇപ്പൊ റീറ്റെയിൻ ഏണിങ്സിലോട്ട് എത്ര എമൗണ്ട് മാറ്റി വെക്കുക എന്നുള്ളതും ഡിവിഡൻഡ് ഡിസിഷൻ അല്ലേ? അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കുക, എത്ര എമൗണ്ട് റീറ്റെയിൻ ഏണിങ്സിലോട്ട് മാറ്റി വെക്കുക എന്നുള്ളതല്ലേ ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ റീറ്റെയിൻ ഏണിങ്സിലോട്ട് എത്ര എമൗണ്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ തന്നെയാണ്. which means that affect the growth of the dividend. That will affect the growth of the dividend. അതാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. നമ്മൾ എത്ര എമൗണ്ട് ആണ് റീറ്റെയിൻ ഏണിങ്സിലേക്ക് മാറ്റി വെക്കുന്നത് എന്നുള്ളത് എന്തിനെ എഫക്ട് ചെയ്യും? നമ്മളുടെ ഡിവിഡൻഡിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും എന്നാണ് ഈ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി പോയിന്റ്സ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പാർട്ട് ഫ്രം റേസിംഗ് മോർ ഔട്ട്സൈഡ് ക്യാപിറ്റൽ, നമ്മൾ പുറമേ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് കൂടാതെ അതിന് പുറമെ നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിക്ക് ക്യാൻ ഓൺലി ഹാപ്പൺ ഇഫ് സം ഏർണിങ്സ് ആർ റീറ്റെയിൻ. നമ്മൾ സം ഏർണിങ്സ്, അതായത് നമ്മളുടെ പ്രോഫിറ്റ് റീറ്റെയിൻ ഏർണിങ്സിലോട്ട് മാറ്റി വെച്ചാലാണ് കുറച്ചും കൂടെ അധികം നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക. ഏത് കൂടാതെ? ഔട്ട്സൈഡ് ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് എന്തുണ്ട്? ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ ഡെപ്റ്റ് എല്ലാം ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റീറ്റെയിൻ ഏർണിങ്സിലോട്ട് ഫണ്ട് മാറ്റി വെച്ചാൽ ആ ഫണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ if all earnings were distributed as dividend, the company has no additional capital to invest, can acquire no more asset and cannot make higher profit. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിവിഡൻഡ് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ, നമ്മൾ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഡിവിഡൻഡ് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് സീറോ ആവും. റീറ്റെയിൻ ഏർണിങ്സ് സീറോ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഫർദർ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റൂല. നമ്മൾ കമ്പനി ഫർദർ ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, റീറ്റെയിൻ ഏർണിങ്സ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, എന്ത്? റീറ്റെയിൻ ഏർണിങ്സ് അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? നമ്മൾ ഷെയറോ ഡെപ്റ്റോ അതൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. പക്ഷെ അതിനൊക്കെ നമ്മൾ ഔട്ട്സൈഡ് എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും റിട്ടേൺ കൊടുക്കണ്ടേ? പിന്നെ പുറമേ റിട്ടേൺ കൊടുക്കണ്ടേ? അതായത് നമ്മൾ ഡെപ്റ്റ് വെച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? ഓർഡിനറി ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത് അവർക്കും ഡിവിഡൻഡ് കൊടുക്കണ്ടേ?
അത് റിട്ടേൺ ഏർണിങ്സ് ആകുമ്പോൾ ഇത്ര പണിയൊന്നുമില്ല. റിട്ടേൺ ഏർണിങ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഫ്രീ ആയിട്ടെന്നല്ല, നമ്മൾ ശരിക്കും ഡിവിഡൻഡ് കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തതാണ്, അത് പിടിച്ചു വെച്ചതാണ്. എനിവേ, അത് നമ്മൾ എന്ത് ചെയ്യണ്ട, വേറെ ഔട്ട്സൈഡ് ആയിട്ട് റിട്ടേൺ ഒന്നും കൊടുക്കണ്ട. ഈ ഫണ്ടൊക്കെ നമ്മൾ ആരുടെ ഫണ്ട് തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഉള്ള ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ കമ്പനിക്ക് ഗ്രോത്ത് വന്നാൽ ആ ഗ്രോത്ത് കംപ്ലീറ്റ്ലി ആർക്കുള്ളതാണ്? ഈ റിട്ടേൺ ഏർണിങ്സ് യൂസ് ചെയ്തിട്ട് കമ്പനി ഗ്രോ ചെയ്ത ആ ഗ്രോത്ത് കംപ്ലീറ്റ്ലി ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനുള്ളതല്ലേ? യെസ്. ഓക്കെ. അപ്പോ അവർക്ക് ആ ഗ്രോത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നല്ലേ ഈ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഇവിടെ റെലവെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഇവിടെ റെലവെന്റ് ആണ്. എത്ര എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഏർണിങ്സിലോട്ട് പിടിച്ചു വെച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മളെ ഗ്രോത്ത് വരാ. അപ്പോ യെസ്, അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇഫ് ഏർണിങ്സ് ആർ കോൺസ്റ്റന്റ്, സോ ആർ ഡിവിഡൻഡ് ആൻഡ് സോ ഇസ് ദ ഷെയർ പ്രൈസ്. അതായത് ഏർണിങ്സും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിവിഡൻഡും കോൺസ്റ്റന്റ് ആയിരിക്കും, ഷെയർ പ്രൈസും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏർണിങ്സ് കോൺസ്റ്റന്റ് ആവുക ഇപ്പൊ എവിടെ, എക്സ്പാൻഷൻ ചെയ്യാതിരുന്ന ഏർണിങ്സ് കോൺസ്റ്റന്റ് ആയിരിക്കൂലേ? എക്സ്പാൻഷൻ ചെയ്താലല്ലേ ഏർണിങ്സ് കൂടുള്ളൂ. ഏർണിങ്സ് കൂടിയാലേ ഡിവിഡൻഡും കൂടുള്ളൂ. ഡിവിഡൻഡ് കൂടുതൽ നമുക്ക് പേ ചെയ്യണമെങ്കിൽ ഏർണിങ്സ് അതിനനുസരിച്ച് ഗ്രോ ചെയ്യണം. ഇപ്പൊ ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ ചെയ്യുക. ആരുടെ ഫണ്ട് യൂസ് ചെയ്തിട്ട്? റിട്ടേൺ ഏർണിങ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷെയർ പ്രൈസ് കൂടും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഷെയർ പ്രൈസിന് എന്ത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നാ ഫൈനലി പറഞ്ഞു വരുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എഫക്ട് ചെയ്യും എന്നാണ് ഇവിടെ ഫൈനലി പറഞ്ഞു വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും ഏകദേശം ഒരേ പോയിന്റ്സ് അല്ലേ, DVM ഇതും സെയിം അല്ലേ എന്ന് വിചാരിക്കുക. അല്ല, DVM പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡിവിഡൻസിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഷെയർ പ്രൈസ്. അപ്പൊ ഡിവിഡൻഡ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷെയർ പ്രൈസ് വരാം. ഓക്കെ, അപ്പോൾ ഡിവിഡൻസ് ദാറ്റ് വിൽ എഫക്ട് ദി വാല്യൂ ഓഫ് ദി ഷെയർ എന്ന് മാത്രമാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറഞ്ഞതല്ല, നമ്മൾ എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത്, എത്രയാണോ റിട്ടേൺ ഏർണിങ്സിലോട്ട് മാറ്റി വെക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, കമ്പനി ഗ്രോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷെയറിന്റെ വിലക്ക് കൂടുള്ളൂ. കമ്പനിയുടെ എന്ത് കൂടുതൽ ഡിവിഡൻഡ് ഗ്രോത്ത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷെയർ പ്രൈസ് ഒക്കെ ഗ്രോ ചെയ്യുള്ളൂ എന്നാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. ഏർണിങ്സ് കോൺസ്റ്റന്റ് ആയാലും ഡിവിഡൻഡും കോൺസ്റ്റന്റ് ആയിരിക്കും, അപ്പോൾ ഷെയർ പ്രൈസും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. ഈ രണ്ട് തിയറിയും പറഞ്ഞു വരുന്നത് ഡിവിഡൻഡ് എന്താണെന്നാണ്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് റെലവെന്റ് ആണ് എന്നാണ് ഈ രണ്ട് തിയറിയും പറഞ്ഞു വരുന്നത്.